ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഫെബ്രുവരി 5-ാം തീയതി ഒരിക്കലെടുക്കുന്നു. 6-ാം തീയതി ഏകാദശി. മാഘമാസത്തിലെ മാധവ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഷട്ടിലെ ഏകാദശി. ഷട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6, തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എള്ള്. അതുകൊണ്ട് 6 വ്യത്യസ്ത രീതികളിൽ എള്ള് ഉപയോഗിക്കണം. അതെങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്ന് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഉപയോഗിക്കാം. അതുപോലെ എള്ള് ദാനം ചെയ്യണം. ഒന്നുകിൽ എള്ളായിട്ട് ദാനം ചെയ്യുക, അല്ലെങ്കിൽ എള്ളുണ്ട പോലുള്ള പലഹാരങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അത് ദാനം ചെയ്യുക. മേടിച്ചു കൊടുത്താലും മതി, അതല്ലെങ്കിൽ എള്ളെണ്ണ കൊടുത്താലും മതി. ഒരു കുപ്പി എള്ളെണ്ണ മേടിച്ച് ആർക്കെങ്കിലും കൊടുത്താലും മതി. അരിയാഹാരം പൂർണ്ണമായും നിഷിദ്ധം. ഉപവസിക്കാം ഏകാദശിക്ക്. ജലം മാത്രം കുടിച്ചിരിക്കാം. പിന്നെയുള്ളത്, എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഒരു പുഴുക്കുണ്ടാക്കി കഴിക്കാം. രാവിലെ പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കഴിക്കാതിരിക്കാം. ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കാം. അപ്പോൾ ആ ഒരു നേരത്തെ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ഫ്രൂട്ട്സ് മാത്രമായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഒരു പുഴുക്കുണ്ടാക്കാം. ആ പുഴുക്കുണ്ടാക്കുമ്പം അതിനകത്ത് ധാന്യങ്ങളൊന്നും യാതൊരു കാരണവശാലും ചേർക്കരുത്. കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം ചേർത്ത്, എന്തെങ്കിലും പച്ചക്കറികളൊക്കെ ചേർത്ത് ഒരു പുഴുക്കുണ്ടാക്കാം. അതിനകത്തേക്ക് വെളുത്തുള്ളി, ഉള്ളി മുതലായ സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. തേങ്ങയും പച്ചമുളകും ഒക്കെ ചേർക്കാവൂ. മറ്റ് സാധനങ്ങളൊന്നും അതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല. പച്ചക്കറി കഷ്ണങ്ങളെല്ലാം കൂടെ നന്നായിട്ട് വേവിച്ച്, മഞ്ഞളും ഒക്കെ ഇട്ട് വേവിച്ച്, ഇച്ചിരി പച്ചമുളകും ഒക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം അതിനകത്തേക്ക് തേങ്ങ ഒന്ന് ചതച്ചിടുകയോ തിരുമ്മിയിടുകയോ ചെയ്ത് വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഇട്ട് ഉപയോഗിക്കാം. വെളുത്തുള്ളി, ഉള്ളി മുതലായ സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. സന്ധ്യ കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഏകാദശി ദിവസം. ഇതാണ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ പഴങ്ങൾ മാത്രം കഴിച്ചിരിക്കാം. 3 നേരവും പഴങ്ങൾ കഴിക്കാം, ഒരു നേരം പഴങ്ങൾ കഴിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് ചെയ്യുക. ചായ കുടിച്ചില്ലെങ്കിൽ പ്രശ്നമുണ്ടാകുന്നവർ ചായ കുടിക്കാം. മരുന്നൊക്കെ കഴിക്കുന്നവർ അവരവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചിരിക്കുക. ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുക്കളാണ് നമ്മൾ അറിയേണ്ടത്. ധാന്യവർഗ്ഗങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ തേൻ, ഇത്തവണത്തെ ഏകാദശിക്ക് തേൻ ഉപയോഗിക്കാൻ പാടില്ല. പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അരിഭക്ഷണം പൂർണ്ണമായും നിഷിദ്ധം. പിന്നെ പച്ചക്കറികളുടെ കൂട്ടത്തിൽ വഴുതനങ്ങ വേണ്ട. എള്ള് ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാം. ഇപ്പോൾ പഴങ്ങളൊക്കെ കഴിക്കുന്നവർ പഴമൊക്കെ അരിഞ്ഞൊരു പാത്രത്തിലാക്കി അതിനകത്തേക്ക് കുറച്ച് എള്ളും കൂടെ വിതറി നമുക്ക് കഴിക്കാം. കറുത്ത എള്ളാണ് ഉപയോഗിക്കേണ്ടത്. ഇതാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. പരമാവധി സമയം പ്രാർത്ഥിക്കുക, ജപിക്കുക. ഇനി ഫെബ്രുവരി 7-ാം തീയതി നമ്മൾ പാരണ വീടണം. പാരണ വീടുക എന്ന് പറഞ്ഞാൽ എന്താണ്? വ്രതം അവസാനിപ്പിക്കുക. ഈ സമയത്ത്, ഞാനിപ്പോൾ പറയുന്ന സമയത്ത് മാത്രമേ വ്രതം അവസാനിപ്പിക്കാവൂ. അതിനു മുമ്പ് യാതൊരു കാരണവശാലും വ്രതം അവസാനിപ്പിക്കാൻ പാടില്ല. അതിനുശേഷവും വ്രതം അവസാനിപ്പിക്കാൻ പാടില്ല. ഈ പറയുന്ന സമയത്തിനുള്ളിൽ വ്രതം അവസാനിപ്പിച്ചിരിക്കണം. വ്രതം എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത്? ഒന്നുകിൽ നമുക്ക് ആ സമയത്ത്, ഞാൻ ഈ പറയുന്ന സമയത്ത് ക്ഷേത്രത്തിൽ പോയി അവിടെ നിന്നും തീർത്ഥം മേടിച്ച് കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം. ഒന്നാമത്തെ രീതി. രണ്ടാമത്, നമ്മുടെ വീട്ടിൽ ഈ സമയത്ത് വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് ആ സമയത്ത്, ഈ പറയുന്ന സമയത്ത് നമുക്ക് തുളസി തീർത്ഥമോ, അതല്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ കിണ്ടിയിൽ വെച്ചിരിക്കുന്ന ജലമോ, ഭഗവാനെ എന്തെങ്കിലും പഴങ്ങൾ എന്തെങ്കിലും സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പഴവും കഴിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം. പലരും പറയുന്ന കാര്യമാണ്, ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന നഴ്സുമാർ അതുപോലുള്ള ആളുകളൊക്കെ ഈ പാരണ വീടുന്ന സമയത്ത് അവർ മിക്കപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കും. അവരെന്താ ചെയ്യേണ്ടത്? അവർ ഈ സമയത്ത് അവരുടെ ബാഗിൽ ഒരു പഴമോ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമോ എടുത്ത് വെക്കുക. എന്നിട്ട് ആ സമയമാവുമ്പോൾ, പാരണ വീടുന്ന സമയമാവുമ്പോൾ ആ സമയത്ത് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഈ ജലം കുടിക്കുകയും ഈ ഒരു പഴം കഴിക്കുകയും ചെയ്ത് അവരുടെ പാരണ വീടാം. കാരണം ആ സമയത്ത് അവർക്ക് ക്ഷേത്രത്തിൽ പോകാനോ അതല്ലെങ്കിൽ വീട്ടിൽ വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അവർ വ്രതം അവസാനിപ്പിക്കുക. ഭഗവാനെ പ്രാർത്ഥിച്ച്, എവിടെയും ഭഗവാനുണ്ട് എന്ന് വിശ്വസിച്ച് ആ തൊഴിലിടത്ത് വെച്ചിട്ടായാലും അവരവരുടെ പാരണ വീടുക. ആ സമയത്ത് ക്ഷേത്രത്തിൽ പോകാൻ കഴിയില്ലല്ലോ, വീട്ടിൽ കാണില്ലല്ലോ എന്ന് കരുതി ഒരു കാരണവശാലും വ്രതം എടുക്കാതിരിക്കരുത്. പിന്നെ തുളസി ദേവിയുടെ കാര്യം ഞാൻ എപ്പോഴും പറയും.
തുളസി ദേവിയെ ഏകാദശി എടുപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീടുകളിൽ തുളസി ദേവിക്ക് ഏകാദശി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ പാരണ വീടുന്ന സമയത്ത് ദേവിക്ക് ജലം ഒഴിക്കുക, ദേവിക്ക് വിളക്ക് കത്തിക്കുക, ദേവിയുടെ വ്രതവും അവസാനിപ്പിച്ചു കൊടുക്കണം. എല്ലാ വീടുകളിലും ഇപ്പോൾ തുളസി ചെടികളൊന്നും പല ഫ്ലാറ്റുകളിലും ഉണ്ടാകണമെന്നില്ല, ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഏകാദശി എടുക്കുമ്പോൾ ഏകാദശി ദിവസം തുളസി ദേവിക്ക് ജലം കൊടുക്കരുത്. നിങ്ങളുടെ വീട്ടിൽ തുളസി ഉണ്ടെങ്കിൽ ഏകാദശി ദിവസം തുളസി ദേവിക്ക് ജലം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം ദേവി അന്ന് ഏകാദശിയിലാണ്, ഉപവസിക്കുകയാണ്. പിറ്റേ ദിവസം പാരണ വീടുമ്പോഴാണ് ദേവിക്ക് ജലമൊഴിച്ച് ദേവിയുടെ ഏകാദശി വീടേണ്ടത്. ഇന്നത്തെ ദിവസം വൈകുന്നേരം ദേവിക്ക് ധാരാളം ജലം കൊടുക്കണം, നാളത്തേക്കും കൂടെ ഉള്ളത്. അതാണ് ചെയ്യേണ്ടത്. ഇനി ഞാൻ പാരണാ സമയം പറയാം. പൂർണ്ണമായും വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ചിട്ടുള്ള പാരണാ സമയമാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ ഫെബ്രുവരി 7-ാം തീയതി രാവിലെ 6:42 മുതൽ 10:38 വരെയുള്ള സമയത്താണ് പാരണ വീടേണ്ടത്. എഴുതിയെടുത്തോളൂ. കേരളം 6:42 മുതൽ 10:38 വരെ. എല്ലാ സ്ഥലങ്ങളിലും ഫെബ്രുവരി 7-ാം തീയതിയും രാവിലത്തെ സമയമാണ് പറയുന്നത്. ഇനി ഡൽഹിയിൽ 7:06 മുതൽ 10:46 വരെ. 7:06 മുതൽ 10:46 വരെ. മുംബൈ 7:11 മുതൽ 10:59 വരെ. മുംബൈ 7:11 മുതൽ 10:59 വരെ. ദോഹ ഖത്തർ 6:14 മുതൽ 9:57 വരെ. ദോഹ ഖത്തർ 6:14 മുതൽ 9:57. കുവൈറ്റ് 6:34 മുതൽ 10:13 വരെ. കുവൈറ്റ് 6:34 മുതൽ 10:13 വരെ. അബുദാബി 7:02 മുതൽ 10:45 വരെ. അബുദാബി 7:02 മുതൽ 10:45 വരെ. ദുബായ് 6:59 മുതൽ 10:42 വരെ. ദുബായ് 6:59 മുതൽ 10:42 വരെ. സൗദി 6:33 മുതൽ 10:16 വരെ. സൗദി അറേബ്യ 6:33 മുതൽ 10:16 വരെ. ബഹ്റിൻ 6:19 മുതൽ 10:01 വരെ. ബഹ്റിൻ 6:19 മുതൽ 10:01 വരെ. ഇനി ഒമാൻ മസ്കറ്റ് 6:44 മുതൽ 10:29 വരെ. 6:44 മുതൽ 10:29 വരെയാണ് ഒമാനിലെ സമയം. അമേരിക്ക 7 മുതൽ 10:27 വരെ. അമേരിക്ക 7 മുതൽ 10:27 വരെ. ഓസ്ട്രേലിയ 6:28 മുതൽ 11:01 വരെ. ഓസ്ട്രേലിയ 6:28 മുതൽ 11:01 വരെ. യു കെ 7:30 മുതൽ 8:32 വരെ. യു കെ 7:30 മുതൽ 8:32 വരെ. സിംഗപ്പൂർ 7:17 മുതൽ 11:18 വരെ. സിംഗപ്പൂർ 7:17 മുതൽ 11:18 വരെ. സാംബിയ 6 മണി മുതൽ 10:14 വരെ. സാംബിയ 6 മണി മുതൽ 10:14 വരെ. ഗുജറാത്ത് 7:27 മുതൽ 11:11 വരെ. ഗുജറാത്ത് 7:27 മുതൽ 11:11 വരെ. ജർമ്മനി 7:39 മുതൽ 9:32 വരെ. ജർമ്മനി 7:39 മുതൽ 9:32 വരെ. ബ്രസീൽ 7:50 മുതൽ 11:19 വരെ. ബ്രസീൽ 7:50 മുതൽ 11:19 വരെ. ഷാർജ 6:59 മുതൽ 10:41 വരെ. ഷാർജ 6:59 മുതൽ 10:41 വരെ. മാൽദീവ്സ് 6:21 മുതൽ 10:20 വരെ. മാൽദീവ്സ് 6:21 മുതൽ 10:20 വരെ. ഇതിനു മുമ്പത്തെ ഏകാദശികളിലൊക്കെ ചോദിച്ചിരുന്ന സ്ഥലങ്ങളിലെ പാരണാ സമയമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ഏതെങ്കിലും കൂടുതൽ വേണമെങ്കിൽ കമൻ്റ് ഇട്ട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. പൂർണ്ണമായും വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ചിട്ടുള്ള പാരണാ സമയമാണിത്. അപ്പോൾ ഈ സമയത്ത് തന്നെ പാരണ വീടാനായിട്ട് ശ്രമിക്കുക. അതുപോലെ
ഫെബ്രുവരി 6 രാത്രി 9:36 വരെയാണ് ഹരിവാസര സമയമുള്ളത്. അതായത് രാത്രി സമയം 9:36 ശേഷം വേണം നമ്മളെല്ലാവരും കിടന്നുറങ്ങുന്നതിനായിട്ട്. ആ സമയം വരെ പരമാവധി സമയം പ്രാർത്ഥിക്കുക എല്ലാവരും. അതായത് ഒരു ഏകാദശി ദിവസം പകൽ മുഴുവനും ഒരു രാത്രി അല്പം താമസിച്ചുറങ്ങുന്നതാണ് വളരെ നല്ലത്. അതായത് ഒരു 10 മണിക്ക് ശേഷമൊക്കെ ഉറങ്ങിയാൽ മതി എല്ലാവരും. ആ സമയം മുഴുവൻ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കണം. ഹരിവാസര സമയം എന്ന് വെച്ചാൽ എന്താണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അല്ലെങ്കിൽ ഭഗവാൻ നാരായണൻ്റെ സാന്നിധ്യം ഭൂമിയിൽ ഉള്ള സമയത്താണ് ഹരിവാസര സമയമെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സമയം നമ്മൾ മൂടിപ്പൊതച്ചൊന്നും കിടന്നുറങ്ങരുത്. ആ സമയത്ത് എന്ത് ചെയ്യുക? ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇനി ഒരു കാര്യം പ്രത്യേകമായി എല്ലാവരോടും പറയേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരുന്ന് പുതുതായി ഏകാദശി എടുത്തു വന്നിരുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. കാരണം നമ്മൾ ആദ്യമായി, അതായത് ഒരു 3 ഏകാദശി എടുത്തു വരുന്നു, ഒരു 3 ഏകാദശിയായി, 4 ഏകാദശിയായി, 5 ഏകാദശിയായി, ഇങ്ങനെ വരുന്ന ആളുകളുണ്ടല്ലോ. അല്ലാതെ വർഷങ്ങളായിട്ട് ഏകാദശി എടുത്തുകൊണ്ട് വരുന്ന ആളുകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. കുറച്ച് കാലം, ഒരു 10 ഏകാദശിയൊക്കെ ആയ ആളുകളുടെ കാര്യമാണ് പറയുന്നത്. അവരെന്താ ചെയ്യേണ്ടത്? ഓരോ തവണയും എടുക്കുമ്പം അവരുടെ ഏകാദശികൾക്ക് കുറച്ചും കൂടെ ഭഗവാനിലേക്ക് അടുത്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നിലത്തെഴുതാനായിട്ട് പഠിക്കാൻ പോകുന്നു. ആദ്യമായിട്ട് എഴുതുമ്പം കുറച്ച് തെറ്റുകളൊക്കെ വരും. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യത്തില്ല? നമ്മളോട് വഴക്കൊന്നും പറയില്ല, സാരമില്ല ശരിയാക്കിയാൽ മതി എന്ന് പറയും. ഒരു വർഷമായിട്ടും വീണ്ടും ഇതേ തെറ്റുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ ടീച്ചർ വടിയെടുത്ത് അടിക്കും നമ്മളെ. അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 3-4 ഏകാദശിയൊക്കെ എടുത്തു. അപ്പം നമുക്കറിയാം എങ്ങനെയാണ് ഏകാദശി എടുക്കേണ്ടത്. നമ്മുടെ ശരീരം ഏത് രീതിയിലുള്ള ശരീരമാണ്. ചായ കുടിക്കാതിരുന്നാൽ നമ്മുടെ ശരീരത്തിന് തലവേദന എടുക്കുമോ? ഭക്ഷണം കഴിക്കാതെ ഏകാദശി എടുത്താൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഭഗവാനെ പരീക്ഷിക്കാനൊന്നും നിൽക്കണ്ട. ആഹാരം കഴിക്കാതെ ഏകാദശി എടുക്കണമെന്ന് ഒരിടത്തും പറയുന്നില്ല. പക്ഷേ നിഷിദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ചായ കുടിക്കണം എന്ന് നിർബന്ധമുള്ളവർ ചായ കുടിച്ചോളൂ. ഏകാദശി തുടങ്ങുന്നതിന് മുമ്പ്, അതായത് നാളത്തെ ദിവസം രാവിലെ ഏകാദശി തുടങ്ങുന്നതിന് മുമ്പായിട്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തീരുമാനിക്കുക, ഇത്തവണത്തെ ഏകാദശി ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. അങ്ങനെ തന്നെ എടുത്ത് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ നോക്കട്ടെ, അതിനുശേഷം ഇപ്പം നമ്മൾ രാവിലെ മുതൽ ഒന്നും കഴിക്കാതിരിക്കുന്നു, വൈകുന്നേരം ആകുമ്പം നിങ്ങൾക്ക് തലവേദന എടുക്കുന്നു, ചായ ഒന്നും കുടിക്കുന്നില്ല. ചായ കുടിക്കാതിരുന്നാൽ സ്വാഭാവികമായിട്ടും തലവേദന എടുക്കുന്ന ആളുകളാണ്. വൈകുന്നേരം ചായ കുടിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ വ്രതത്തിന്, അതുവരെ എടുത്തുകൊണ്ടിരുന്ന വ്രതത്തിന് ഒരു വ്യത്യാസം വരികയാണ്. അപ്പം നമ്മുടെ മനസ്സിന് അവിടെ ഒരു ചാഞ്ചല്യം ഉണ്ടാകുന്നു. ആദ്യമായി ഏകാദശി എടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കുറച്ച് നാൾ ഏകാദശി എടുത്ത ആ ഒരു ശീലം വരുന്നതിന് മുമ്പായിട്ട് നമ്മളോട് ഭഗവാൻ ഇതെല്ലാം ക്ഷമിക്കും. കാരണം പ്രാർത്ഥനയാണ് ഏറ്റവും മുഖ്യം. പക്ഷേ കുറച്ച് ഏകാദശികളൊക്കെ ആയി. ഇനിയും നമ്മൾ എന്ത് ചെയ്യരുത്? ഇതുപോലെ ഭഗവാനെ പരീക്ഷിക്കാനായിട്ട് നിൽക്കരുത്. ഭഗവാനെ പരമാവധി സമയം പ്രാർത്ഥിക്കുക. ആ കൂട്ടത്തിൽ ശരിയായ ഒരു വ്രതരീതി നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. നമ്മുടെ ശരീരത്തിന് ഇതാണ് പറ്റുന്നത്, ഞാൻ ഇങ്ങനെയാണ് ഏകാദശി എടുക്കാൻ, എൻ്റെ ശരീരത്തിന് ഈ രീതിയിൽ ഏകാദശി എടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഭഗവാനെ ഞാൻ ഈ രീതിയിലാണ് ഏകാദശി എടുക്കുന്നത്. എനിക്ക് ഉപവസിക്കാൻ കഴിയില്ല, കാരണം ഞാൻ മരുന്ന് കഴിക്കുന്നവളാണ്, അതല്ലെങ്കിൽ ഞാൻ കുഞ്ഞിന് പാല് കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും. അതുകൊണ്ട് ഞാൻ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കും, രാവിലെ എന്തെങ്കിലും ലഘുമായി കഴിക്കും, ഉച്ചയ്ക്ക് ഞാൻ പുഴുക്ക് പോലുള്ള സാധനങ്ങൾ കഴിക്കും, അതല്ലെങ്കിൽ പഴങ്ങൾ കഴിക്കും. സന്ധ്യയ്ക്ക് മുമ്പ്, എല്ലാ മനുഷ്യരും സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിച്ചു കഴിയണം. അതിനുശേഷം ഞാൻ പരമാവധി ഇത്ര നേരം ഭഗവാനെ പ്രാർത്ഥിക്കും, ഇത്ര മണിക്ക് ശേഷം ഞാൻ ഉറങ്ങും. ഈ രീതിയിൽ നിങ്ങൾ വെക്കുക. അതല്ല ഞാൻ ഒന്നും കഴിക്കാതെ ഉപവസിക്കും, അങ്ങനെയാണ് ഞാൻ ഏകാദശി എടുക്കുന്നത്. പക്ഷെ അങ്ങനെ തന്നെ ചെയ്യണം. ഇപ്പം നിങ്ങൾക്കറിയാം
നിങ്ങളുടെ ശരീരപ്രകൃതം എങ്ങനെയാണ്, നിങ്ങളുടെ ശരീരത്തിന് എങ്ങനെയുള്ള ഏകാദശി വ്രതങ്ങളാണ് എടുക്കാൻ പറ്റുന്നതെന്ന് കൃത്യമായ ബോധ്യം ഒരു 4-5 ഏകാദശി എടുത്ത് കഴിയുന്നവർക്ക് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യുക. മരുന്ന് കഴിക്കുന്നവരൊന്നും എന്ത് ചെയ്യരുത്, ഉപവസിക്കാനൊന്നും പോകരുത്. അവരവരുടെ ആരോഗ്യക്രമം അനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ ശീലിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓരോ ഏകാദശിയും കഴിയും തോറും ഭഗവാനിലേക്ക് നമ്മൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്. ഓരോ ഏകാദശികളും ഓരോ രീതിയിലാണ്. ആ രീതിക്കനുസരിച്ചിട്ട് ഏകാദശി എടുക്കുക. ചില ഏകാദശികളിൽ ചില സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിഷിദ്ധമായി പറയും. ചില ഏകാദശികളിൽ ചില സാധനങ്ങൾ ഉപയോഗിക്കാൻ പറയും. അങ്ങനെ പറഞ്ഞതാണ് ഇത്തവണത്തെ ഏകാദശിയിൽ എള്ള എന്ന് പറയുന്ന സാധനം. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വ്രതക്രമം രൂപീകരിക്കുക. അപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്ന ആളുകൾക്ക് തെറ്റുകൾ പറ്റാം, കുറച്ചങ്ങോട്ട് വരെ തെറ്റുകൾ പറ്റാം. പിന്നെ തെറ്റുകൾ പറ്റരുത്. ഭഗവാനെ പരീക്ഷിക്കാനായിട്ട് ഇരിക്കരുത്. നമ്മൾ ശുദ്ധമായ മനസ്സോടുകൂടി ശുദ്ധമായ ആഹാരത്തോടു കൂടി ഇരുന്ന് എത്ര തവണ നിങ്ങൾക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രയും തവണ പ്രാർത്ഥിക്കുക. ഹരിവാസര സമയത്ത് യാതൊരു കാരണവശാലും വ്രതം മുറിക്കരുത്. അതായത് ഈ 9:30 വരെയുള്ള ഹരിവാസര സമയം, 9:36 വരെയുള്ള ഹരിവാസര സമയത്തിനുള്ളിൽ നിങ്ങളുടെ ആ വ്രതക്രമം മാറ്റാൻ പറ്റില്ല. അതാണ് നമ്മൾ ആലോചിക്കണം. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിക്കണമെങ്കിൽ രാവിലെ തന്നെ ചായ കുടിക്കൂ. അല്ല ഞാൻ ഇരുന്ന് നോക്കിയിട്ട് വൈകുന്നേരം കുടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ആ വ്രതക്രമം അവിടെ മാറി. ആദ്യമായി ഏകാദശികൾ എടുക്കുമ്പം ഇങ്ങനെയുള്ള തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ പറ്റും. അതിനൊന്നും പ്രശ്നമില്ല, ഭഗവാൻ അതൊക്കെ ക്ഷമിച്ചുകൊള്ളും. പക്ഷേ ഓരോ ഏകാദശികൾ എടുക്കുമ്പോഴും നമ്മൾ ഉയരാനായിട്ട് ശ്രമിക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ആദ്യമേ തന്നെ നിങ്ങളുടെ വ്രതക്രമം രൂപീകരിക്കുക, അതനുസരിച്ചിട്ട് ചെയ്യുക. കൃത്യസമയത്ത് പാരണ വീടുക, പരമാവധി സമയം പ്രാർത്ഥിക്കുക. പിന്നെ ബ്രഹ്മോത്സവത്തിൻ്റെ വീഡിയോ അതെല്ലാവരും കാണണം. പറ്റുന്നവരൊക്കെ ക്ഷേത്രത്തിൽ വരണം. എന്തെങ്കിലും സംഭാവനകളൊക്കെ കൊടുക്കാൻ പറ്റുന്നെങ്കിൽ കൊടുക്കണം. അതുകൂടാതെ വഴിപാടുകൾക്ക് കൊടുക്കണമെങ്കിലും ഓൺലൈനായിട്ട് കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, അതനുസരിച്ചിട്ട് ചെയ്യുക. അതുപോലെ ഭഗവത്ഗീതയുടെ ക്ലാസ്സുകളുണ്ട്, ക്ലാസ്സുകൾ എല്ലാവരും കാണണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കും. ഹരേ കൃഷ്ണ.